പഹൽഗാമിലെ കൂട്ടക്കൊലയുടെ പേരിൽ രാഷ്ട്രീയവും മതവും ചേർത്ത് തർക്കത്തിൽ ഏർപ്പെടാൻ കുറെ പേർ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ തീവ്രവാദികൾക്ക് സഹായം നൽകുന്നത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണെന്ന രീതിയിലാണ് ഇവരുടെ അവകാശവാദങ്ങൾ. നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ മതത്തിന്റെ പേരിൽ ഒരു കൂട്ടക്കൊല നടത്തിയാൽ തിരിച്ചടിക്കുന്നത് മതം നോക്കിയായിരിക്കില്ല, ശത്രുവിനെ നോക്കിയായിരിക്കും. ഇന്ത്യൻ ജനതയുടെ പൊതുശത്രുവിന് നേരെ ഒറ്റക്കെട്ടായി തന്നെ ഏവരും ഒരുമിച്ചു നിൽക്കേണ്ട ഒരു അവസരമാണിത്. പഹൽഗാമിലെ വിനോദസഞ്ചാരികളായ പുരുഷന്മാരുടെ നേർക്ക് പാഞ്ഞെടുത്ത തീവ്രവാദികൾക്ക് ആദ്യം അറിയേണ്ടത് അവർ ഏത് മതത്തിൽപ്പെട്ട ആണെന്നാണ്. ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ കലിമ ഉറക്കെ ചൊല്ലണമായിരുന്നു. ഒരു ജീവന്റെ വിലയാണ് അതെന്ന് തിരിച്ചറിയുകയായിരുന്നു വിനോദസഞ്ചാരികൾ. അവിടെ നിന്നും ജീവൻ രക്ഷപ്പെടുത്താൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്യം പഠിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ദേവേഷ് ഭട്ടാചാര്യ ഇന്ന് സ്വന്തം കുടുംബത്തോടൊപ്പം ജീവിച്ചിരിക്കുന്നു. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല എന്നാണ് ആ കലിമയുടെ അർത്ഥം. ദേവേഷ് പറയുന്നത് ഇത് രണ്ടാം ജന്മമാണെന്ന്. ഈ ജന്മം തന്നത് അള്ളാഹു ആണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം തീവ്രവാദികൾക്ക് വേണ്ടിയിരുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളായിരുന്നു. അത് പറഞ്ഞിരുന്നില്ല എങ്കിൽ അവർ വെടിവെച്ച് കൊന്നേനെ. അപ്പോൾ തീവ്രവാദിയുടെ തോക്കിൻകുഴൽ പോയിന്റ് ബ്ലാങ്കിൽ നിൽക്കുമ്പോൾ വായിൽ അള്ളാഹുവിന്റെ വചനങ്ങൾ എങ്ങനെയോ വന്നു, ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. നെറ്റിയിൽ അമർന്ന തോക്കിൻകുഴൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. പക്ഷെ ആ വചനങ്ങൾ കേട്ടതോടെ തന്നെ ഉപേക്ഷിച്ച് തീവ്രവാദി അടുത്ത ആളിലേക്ക് നീങ്ങി. താനൊരു മുസ്ലിമാണെന്നും മതവിശ്വാസിയാണെന്നും മനസ്സിലാക്കിയാണ് തന്നെ കൊല്ലാതെ വിട്ടത്. അസമിലെ ബരാക് വാലി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ദേവാശിഷ് ഭട്ടാചാര്യയും ഭാര്യ മധുമിത ദാസ് ഭട്ടാചാര്യയും അവരുടെ മകനുമാണ് തീവ്രവാദികളുടെ കയ്യിൽ നിന്നും ഇങ്ങനെ രക്ഷപ്പെട്ടത്. പെട്ടെന്ന് വെടിവെച്ച് കേട്ടപ്പോൾ ഇവർ ഒരു മരത്തിന് പിന്നിൽ ഒളിച്ചിരുന്നു. തൊട്ടടുത്ത് നിന്നും വെടിവെച്ച് കേട്ടു. ദേവേഷിന്റെ ഷർട്ടിലേക്ക് രക്തം തെറിച്ചു വീണു. മുഖംമൂടി വെച്ചെത്തിയ ഒരാൾ ഇവരെ പരിശോധിക്കാൻ തുടങ്ങി. ദേവേഷിന്റെ നെറ്റിയിൽ തോക്കിന്റെ അറ്റം തീവ്രവാദി ചേർത്ത് വെച്ചു. മരണം തൊട്ടു മുന്നിൽ നിൽക്കുന്നത് മനസ്സിലാക്കിയ ദേവേഷ് തൊട്ടടുത്തിരുന്നവർ പറയുന്നത് കേട്ടു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന്. ദേവേഷും അതുപോലെ പറഞ്ഞു. അപ്പോൾ തീവ്രവാദി അത് ഉറക്കെ ചൊല്ലാൻ പറഞ്ഞു. ജീവന് വേണ്ടി എന്തും ചെയ്യുമെന്ന അവസ്ഥയിൽ ദേവേഷ് വീണ്ടും ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന്. അത് കേട്ടതോടെ തീവ്രവാദികൾ തോക്കുമായി പിന്തിരിഞ്ഞു പോകുകയും ചെയ്തു. ഇന്ത്യക്കാരെ കൊന്നാൽ ദൈവം സന്തോഷിക്കുമെന്ന് പറയുന്ന ഏതെങ്കിലും ദൈവം ഉണ്ടാകുമോ? അള്ളാഹു അങ്ങനെ ഇന്ത്യക്കാരെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടാകുമോ? പഹൽഗാമിലെത്തിയ തീവ്രവാദികൾ ദൈവത്തിന് വേണ്ടിയാണ് കൊലപാതകം നടത്തുന്നതെന്ന് വ്യക്തമാക്കുകയാണ് അവരുടെ വാക്കു. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ കൊല്ലാതെ വിട്ടുകളഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഈ തീവ്രവാദികൾ ദൈവത്തിന്റെ അനുയായികളാണെന്ന് പറയുന്നതിലും നല്ലത് ചെകുത്താന്റെ സന്തതികളാണ് എന്ന് പറയുന്നത് തന്നെയാണ്. നിരപരാധികളെ കൊല്ലുന്ന തീവ്രവാദികൾക്ക് ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അത് ചെകുത്താനാണ്.